ഹായ്. നിങ്ങൾക്ക് മരണഭയമുണ്ടോ? അതായത് മരിച്ചു പോകും എന്നുള്ള പേടി എപ്പോഴും നിങ്ങളെ ഹോണ്ട് ചെയ്യാറുണ്ടോ? നമുക്ക് മനുഷ്യന് ഇന്നേറ്റായിട്ട് അവൻ്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകുന്നൊരു ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്. മനുഷ്യൻ്റെ ഏറ്റവും ഇന്നേറ്റായിട്ടുള്ള ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടാകും, എനിക്കിത് ഭയമാണ് പക്ഷേ എനിക്ക് മരിക്കാൻ പേടിയില്ല. എനിക്കത് ഭയമാണ് പക്ഷേ മരിക്കാൻ പേടിയില്ല. എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല പക്ഷേ വേദനിക്കുമെന്ന് മാത്രമേ പേടിയുള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നേറ്റായിട്ടുള്ള നമ്മുടെ ഇന്നേറ്റ് ഫിയർ, നമ്മുടെ ഏറ്റവും ഉള്ളിലെ ഫിയർ എന്ന് പറയുന്നത് മരണത്തെയാണ്. ആ പേടി, ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു പേടിയാണ് മറ്റ് പല പേടികളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും. അതിൻ്റെ എല്ലാം റൂട്ട് തേടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫൈനലി മരണഭയത്തിലേക്ക് തന്നെ എത്തും. ഈ ശങ്കരാചാര്യരുടെ അദ്വൈതത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന്. പണ്ടത് മോഹന വൈദ്യർ എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞ് എല്ലാവരും അടുത്ത് ട്രോൾ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി വേറെ നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരാൾക്ക് ഇത് വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അത് ഫേസ് ചെയ്യും, അല്ലേ? ശരിക്കും നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ശരിക്കും മരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മരിക്കുന്നതാണോ ശരിക്കും നമ്മുടെ പ്രശ്നം? അതോ നമ്മൾ തുടരില്ല, നമ്മുടെ ഈ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഇല്ലാതായി പോകും എന്നുള്ളതാണോ നമ്മുടെ പ്രശ്നമെന്ന്? ഒരു കൊച്ചുകുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ ഒന്നിനെയും പേടിക്കാറില്ല, പ്രത്യേകിച്ച് മരണഭയമില്ല. ഈ നിമിഷത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ലപോലെ എൻജോയ് ചെയ്യുന്നു, ഓടിച്ചാടി കളിച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്നു. പക്ഷെ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറയ്ക്കുകയാണ്. അതായത് എൻ്റെ പേരിതാണ്, ഞാൻ ഇന്ന ആളുടെ മകനാണ്, എനിക്കിതാണ് ഇഷ്ടം, എനിക്ക് അങ്ങനെ ആകണം, എൻ്റെ സാധനങ്ങളാണ് ഈ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ഈ വണ്ടി, അങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത് ഒരുപാട് സെൽഫ് ഐഡൻറ്റിറ്റികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച്. ഇങ്ങനെ ഒരു സെൽഫ് ഇമേജ് ഡെവലപ്പ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ മരിച്ചു പോകും എന്ന് പറയുമ്പോൾ, നമ്മൾ തുടരില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽഫ് ഇമേജ് തുടരില്ല എന്നുള്ള ആ ഒരു ചിന്തയാണോ നമ്മുടെ പ്രശ്നം, അതോ ശരിക്കും മരണമാണോ നമ്മുടെ പ്രശ്നം? ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിന്ത, നമ്മുടെ ഉള്ളിലെ ഈ മെമ്മറി ഉൾക്കൊള്ളുന്ന ഈ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഇതിന് കണ്ടിന്യൂറ്റി ഇല്ലാതായി പോകും എന്നുള്ളതാണ് മരണത്തിനെ പേടിക്കാനുള്ള മനുഷ്യൻ്റെ യഥാർത്ഥ കാരണം. സൈക്കോളജിക്കലായിട്ടാണ് ഞാൻ പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാൽ ഈ ബയോളജിക്കലായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞാൽ അത് മരണമായിട്ട് കണക്കാക്കും. പക്ഷേ ന്യൂറോ സയൻസ് ഈ അടുത്തതായിട്ട് കണ്ടെത്തിയിട്ടുള്ളൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് നമ്മൾ മരിച്ചു പോകുമെന്ന് പറയുന്ന ഒരു റിയാലിറ്റി, എന്തൊക്കെ സംഭവിച്ചാലും അത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ മനുഷ്യൻ്റെ ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ റെഡിയല്ല. അതായത് ഈ നമ്മുടെ മരണം എന്ന യാഥാർത്ഥ്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ മനുഷ്യൻ്റെ ബ്രെയിൻ തയ്യാറല്ല. അതിനെന്തോ ടെറർ മാനേജ്മെൻറ്റ് തിയറി എന്നെന്തോണ് അതിനെപ്പറ്റി പറയുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ മനുഷ്യൻ എപ്പോഴും തുടരും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ സെൽഫ് ഐഡൻറ്റിറ്റിക്കാണ് ഈ ഫീലിംഗ് ഉള്ളത്. നമ്മളതുകൊണ്ടാണ് ഈ പണം ഉണ്ടാക്കാനും ഒരുപാട് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനും നമ്മളെന്തോ ആയിത്തീരാനൊക്കെ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നിമിഷം വേണമെങ്കിൽ നമ്മൾ മരിച്ചു പോകാം, അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം മരിക്കാം, അല്ലെങ്കിൽ നാളെ മരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉള്ളപ്പോഴും നമ്മളിങ്ങനെ എന്തൊക്കെയോ ആകും, നമ്മളെപ്പോഴും നിലനിൽക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പണ്ട് ആരോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, അയാളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, മനുഷ്യൻ മരിക്കുമെന്ന് അറിഞ്ഞിട്ടും മരിക്കുമെന്ന് ഉറപ്പായിട്ടും എല്ലാ കാലത്തും ജീവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അവൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മളെന്തോ നേടാനായിട്ടില്ല, നാളെയാണ് സൗഭാഗ്യം അല്ലെങ്കിൽ നാളെയാണ് സന്തോഷം എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ജീവിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ നിമിഷത്തിൽ ആസ്വദിക്കേണ്ടത് ആസ്വദിക്കുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്ത് ഈ നിമിഷത്തിൽ ജീവിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. നമ്മളിങ്ങനെ പണം സമ്പാദിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പേരുണ്ടാക്കുന്നു, വലിയ ആളാവുന്നു, കുറേ ഫോളോവേഴ്സിനുണ്ടാക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ നാളെ ജീവിച്ചിരിക്കുന്ന 100% ഉറപ്പുള്ള പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ നിമിഷത്തിൽ ചെയ്യേണ്ട കാര്യവും ഈ നിമിഷത്തിൽ അറിയേണ്ട കാര്യവും ഈ നിമിഷത്തിൽ സ്വസ്ഥമായി ഇരിക്കേണ്ട അവസ്ഥയിൽ സ്വസ്ഥമായി നമ്മൾ ഇരിക്കുന്നില്ലെങ്കിൽ മരണം വരുമ്പോൾ നമ്മൾ പേടിച്ചാലേ പറ്റൂ. ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ഈ മരണം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാ ദിവസവും സംഭവിക്കണം. അതായത് നമ്മുടെ ഓരോ ദിവസവും ഈ അക്യുമുലേറ്റ് ചെയ്ത് വയ്ക്കുന്ന മെമ്മറികൾ, ചിന്തകൾ, എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ, ഇതെല്ലാം കൂടെ ഒരു പെട്ടിക്കകത്താക്കി നമ്മൾ അതിനെ ഇങ്ങനെ തുടർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്കും ആ ദിവസത്തിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളോടെല്ലാം നിങ്ങൾ മരിച്ചിരിക്കണം. ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ? മരിച്ചിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു പുതിയ ജന്മം പോലെ നിങ്ങൾക്ക് എണീച്ച് ജീവിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എത്ര പേർക്ക് സാധ്യമാണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഓരോ ദിവസവും ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് രസമാണ് ജീവിതം, അല്ലേ? കാരണം പിറ്റേ ദിവസം ഒരു പുതിയ ജന്മം പോലെ നമുക്ക് ജീവിക്കാം.
അടുത്ത ദിവസം നമ്മൾ എണീച്ചില്ലെങ്കിൽ പോലും നമുക്ക് സ്വസ്ഥത ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഈ സെൽഫ് ഐഡൻറ്റിറ്റി കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ കൺസേൺഡ് അല്ല. നിങ്ങൾ നോക്കൂ, ഈ നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവം, ഈ ഒരു ഇമാജിനേഷനാണ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വെമ്പൽ കൊള്ളുന്നത്. ഈ ഇമാജിനേഷൻ കണ്ടിന്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. കാരണം ആ ഒരു ഇമാജിനേഷൻ നമുക്ക് ശരിക്കും ഇല്ലാതായി കഴിഞ്ഞാലോ? അപ്പോൾ ആ ഒരു ഇമാജിനേഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പക്ഷേ ഒരു സെക്കൻഡ് പോലും നമ്മൾ മരിച്ചു പോകുമെന്നുള്ള പേടി നമ്മൾക്കില്ല. കാരണം രമണ മഹർഷി പറഞ്ഞ പോലെ നമ്മൾ ഈ ശരീരമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. രമണ മഹർഷിയുടെ ജീവിതത്തിൻ്റെ ആ ഒരു രമണ മഹർഷി ആയ സംഭവം തന്നെ മരണഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് 16 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് അദ്ദേഹം മരിച്ചു പോകുന്നൊരു ഭയങ്കര പേടി അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാതെ ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം വെറുതെ തറയിൽ കിടന്നു. ഞാൻ ഇപ്പോൾ മരിച്ചു പോയെന്ന് തന്നെ കരുതി അദ്ദേഹം കിടക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു എൻക്വയറി സംഭവിക്കുകയാണ്, സെൽഫ് എൻക്വയറി ആ ഒരു മൊമെൻറ്റിൽ സംഭവിക്കുകയാണ്. ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടായി. ഞാനല്ല ശരിക്കും ഇവിടെ മരിക്കുന്നത്, എൻ്റെ ശരീരമാണ് മരിച്ചു പോകുന്നത്. ശരീരം മരിച്ചു പോയാലും യഥാർത്ഥ ഞാൻ, അതായത് ശുദ്ധമായ ബോധം ഇവിടെ നിലനിൽക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് സ്വസ്ഥമായി സമാധാനമായി അതായി തന്നെ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഇരുന്ന് അതിൻ്റെ ഒരു ഗുണം എന്താണ്? നമ്മുടെ സെൽഫ് ഇമാജിനേഷൻ അല്ലെങ്കിൽ സെൽഫ് ഇലൂഷൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നമ്മൾ ഈ സഫർ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ വേദനിക്കേണ്ട ആവശ്യമില്ല. ആ സെൽഫ് ഇലൂഷനാണ് ഈ പേടിയുള്ളത്. കാരണം മനസ്സിന് എപ്പോഴും നിലനിൽക്കാനുള്ള വെമ്പലാണ്. മനസ്സിന് നിലനിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിലനിൽപ്പില്ലാതായി കഴിഞ്ഞാൽ മനസ്സിന് ഭ്രാന്ത് പിടിക്കും. മനസ്സ് സ്വയം നിലനിൽക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഈ ജിത്തു കൃഷ്ണമൂർത്തിയൊക്കെ പറഞ്ഞ പോലെ ഓരോ ദിവസവും നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റിയിൽ മരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഈ സെൽഫ് ഐഡൻറ്റിറ്റിയുടെ കണ്ടിന്യൂഷന് വേണ്ടി സെൽഫ് ഐഡൻറ്റിറ്റി മനസ്സും ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ പേടിയല്ല. ഇഫ് യു ലെറ്റ് ഇറ്റ് ബി, നിങ്ങളതിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാം. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്തായാലും മരിക്കും എന്നുള്ള കാര്യം വാസ്തവമാണ്. ഞാനും നിങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഇത് ലോകത്ത് എവിടെയെങ്കിലും ഒരു വലിയ പണക്കാരനോ അല്ലെങ്കിൽ ഒരു പിച്ചക്കാരനോ ഇനി ഒന്നുമല്ല, വല്ല ആരോഗ്യമുള്ളവനോ ആരോഗ്യമില്ലാത്തവനോ ബുദ്ധിമാനോ ബുദ്ധി ഇല്ലാത്തവനോ ആര് ജീവിച്ചാലും എല്ലാവരും മരിച്ചാലേ പറ്റൂ. ദെയർ ഈസ് നോ അതർ വേ അറൗണ്ട് ഇറ്റ്. ചിലപ്പോൾ നമ്മുടെ ശാസ്ത്രം വളർന്നുകൊണ്ട് ജീവിതം കുറച്ച് പ്രൊലോങ്ങേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമായിരിക്കാം. എന്നാലും മരണത്തിൽ നിന്ന് എസ്കേപ്പ് ആവുമെന്ന് ആരും വിചാരിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി മരണത്തെ നമ്മൾ ഫേസ് ചെയ്താലേ പറ്റും. സോ ഈ സെൽഫ് ഐഡൻറ്റിറ്റിയും ഈ ഇലൂഷനും പേടിയും ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറ്റും. അപ്പം മരണം നമ്മുടെ കൺമുമ്പിലെത്തുമ്പോൾ നമ്മൾ ശരിക്കും ജീവിച്ചോ എന്നുള്ളൊരു കാര്യമാണ് അവിടുത്തെ പോയിന്റ്. മരണത്തെ പേടിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുന്നുമില്ല. കാരണം നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ മരണത്തെ പേടിച്ച് ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കും മരണം കൺമുമ്പിൽ വരുമ്പോഴും നമുക്കതിനെ സ്വീകരിക്കാനൊരു മടിയുണ്ടായിരിക്കില്ല. ഈ ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞ പോലെ മരണത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധമതത്തിലും ബുദ്ധൻ പറഞ്ഞൊരു മെത്തേഡുണ്ട്. മരണധ്യാനം എന്നാണ് അതിന് പറയുന്നത്, ഡെത്ത് മെഡിറ്റേഷൻ എന്ന് പറയും. അത് മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ധ്യാനമാണ്. മരണത്തിൻ്റെ യാഥാർത്ഥ്യം അംഗീകരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആ സെൽഫ് ഐഡൻറ്റിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. കാരണം സെൽഫ് ഐഡൻറ്റിറ്റി സംഭവിക്കുന്നത് ഈ ശരീരവും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരീരവും മനസ്സുമല്ല നമ്മളെന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജനനവും മരണവും ശരിക്കും ശങ്കരാചാര്യൊക്കെ പറഞ്ഞ പോലെ ഇല്ല. അതുകൊണ്ട് നമുക്ക് കൺസേൺഡ് ആവേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ തന്നെയും ഈ കൺസേണിങ് സംഭവിക്കുന്നത് മനസ്സിലാണ്. സോ മനസ്സും ഈ സെൽഫ് ഐഡൻറ്റിറ്റിയും കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൺസേൺഡ് ആവാൻ ആളില്ല. പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു വിഷയമല്ല നമ്മൾക്ക്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് സ്വാഭാവികതയുള്ളൊരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഓരോ നിമിഷവും വളരെ അവെയറായി വളരെ പ്രസൻറ്റായി ഈ നിമിഷത്തിൽ ജീവിച്ചാൽ മാത്രമേ അത് നമുക്ക് സ്വയം തിരിച്ചറിയാനും പറ്റുള്ളൂ. മരണം നമ്മളെ തേടിയെത്തുമ്പോൾ നമ്മൾ തയ്യാറായിരിക്കുകയുള്ളൂ. മരണത്തെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മരണത്തെ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പേടിക്കേണ്ടി വരും. സോ താങ്ക് യു.